ഓരോ ഭിക്ഷുവിനും ഓരോ സാധകനും ഒരു കാര്യം എല്ലാ സമയത്തും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ശീലം നല്ലപോലെ പാലിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രാണികളെയും കൊല്ലുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്വയം പ്രശംസിക്കരുത്. നോക്കൂ, ഞാൻ ഇത്ര വലിയ ശീലവാനാണ്, എൻ്റെ കായശുദ്ധി നല്ലതാണ്, എൻ്റെ ചിത്തശുദ്ധി നല്ലതാണ്, എൻ്റെ വാണിശുദ്ധി നല്ലതാണ്, ഞാൻ മാത്രയ്ക്കനുസരിച്ചിട്ടാണ് ഭോജനം ചെയ്യുന്നത്, എൻ്റെ സതീ സമ്പജന്യം നല്ലതാണ്, എൻ്റെ ധ്യാനം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം ഒരിക്കലും നമ്മളെ പ്രശംസിക്കരുത്. അതുകൂടാതെ ഇതില്ലാത്തവരെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുകയും ചെയ്യരുത്. മറ്റൊരു ഭിക്ഷുവിന് ആ ഭിക്ഷുവിന് ശീലമില്ല, നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ നിന്ദിക്കാൻ പാടില്ല, അവനെ ചീത്ത പറയാൻ പാടില്ല, അവന് ദോഷം കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അവന് ഇന്ദ്രിയ സംയമമില്ല, ശരീരത്തിന് സംയമമില്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബാക്കി ഒരാളെ നിന്ദിക്കരുത്. അതുകൂടാതെ ഞാൻ ചെയ്യുന്ന ധ്യാനം ശരി, നിങ്ങൾ ചെയ്യുന്ന ധ്യാനം എല്ലാം തെറ്റ് എന്ന് പറഞ്ഞ് സ്വയം പ്രശംസിക്കരുത്, മറ്റുള്ളവരെ നിന്ദിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭഗവാന്റെ ഒരു ടീച്ചിങ്ങാണ്.